ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ വി ഫോർ ബ്രൈഡ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് വരുന്നത് ക്ലീനപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ക്ലീനപ്പിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് കസ്റ്റമറിലേക്ക് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ക്ലീനപ്പിന് വേണ്ടത് ക്ലെൻസിങ് മിൽക്കാണ്. നമ്മൾ ആദ്യമേ മുഖം ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിച്ചാണ് നമ്മൾ മുഖം ക്ലീൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ക്ലെൻസിങ് മിൽക്കാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് സ്ക്രബാണ്. അപ്പോൾ ക്ലെൻസിങ് മിൽക്ക്, സ്ക്രബ്, പാക്ക് അങ്ങനത്തെ പല കമ്പനിയുടെ പല ഫ്ലേവറിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ഏത് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രബാണ്. അപ്പോൾ സ്ക്രബ് ചെയ്ത് നമ്മൾ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. പാക്ക് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്ത് നമ്മൾ ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. സ്ക്രബ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് പാക്കാണ്. നമുക്ക് പാക്കിലേക്ക് ആഡ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവറാണ്. അതിൻ്റെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ നീഡിൽ വേണം. പിന്നെ നമുക്ക് വേണ്ട സ്റ്റീമർ വേണം, കോട്ടൺ വേണം, പാക്ക് ബ്രഷ് വേണം, ബൗൾ വേണം. ഇത്രയും സാധനമായിരിക്കും നമുക്ക് ക്ലീനപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ക്ലീനപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് കസ്റ്റമറിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് കസ്റ്റമറിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാം. ഇനി നമുക്ക് ക്ലീനപ്പ് ചെയ്യുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമർ രശ്മിയാണ്. അപ്പം രശ്മിയുടെ മുഖത്താണ് നമ്മൾ ക്ലീനപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ക്ലെൻസർ ഇട്ട് മുഖം ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കാം. അതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്. ക്ലെൻസർ ഇട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസിങ് മിൽക്ക് ഇട്ട് ക്ലെൻസ് ചെയ്യുക. അതൊരു റൗണ്ട് മസാജ് കൊടുത്ത് ഫുള്ള് ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് സ്പോഞ്ച് എടുത്ത്, വാട്ടർ സ്പോഞ്ചാണിത്, നമ്മൾ വാട്ടർ സ്പോഞ്ച് എടുത്ത് നന്നായിട്ട് അത് തുടച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ക്രബ് അപ്ലൈ ചെയ്യുകയാണ്. സ്ക്രബ് അതുപോലെ തന്നെ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്യുക. സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് കൊടുത്ത് സ്ക്രബ് സ്പ്രെഡ് ചെയ്ത് മൂക്കിലും ഫേസിലും എല്ലാം നന്നായിട്ട് മസാജ് കൊടുക്കുക. നമ്മൾ നല്ല രീതിയിൽ ഫേസിൽ സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തു. ഒരു 3-4 മിനിറ്റ് കൂടുതൽ നമ്മൾ മസാജ് ചെയ്യണം. അതിനുശേഷം നമ്മളിനി സ്റ്റീം കൊടുക്കുന്നു. ഇനി നമ്മൾ കസ്റ്റമറിൻ്റെ മുഖത്തേക്ക് സ്റ്റീം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 2 രീതി ചെയ്യാറുണ്ട്. ഓരോരുത്തർ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റീം കൊടുക്കാറുണ്ട്. ഇത് വെച്ചിട്ടും സ്റ്റീം കൊടുക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന രീതി ഇത് ഫേസിൽ അപ്ലൈ ഇട്ടിട്ട് തന്നെ സ്റ്റീം കൊടുക്കുമ്പോൾ അതിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്തു വരുന്ന രീതി ഇതാണ്. നമ്മൾ ഫേസിൽ സ്ക്രബ് ഇട്ട് നന്നായിട്ട് മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് സ്റ്റീം കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ഹെഡ്സ് അല്ലെ വൈറ്റ് ഹെഡ്സ് റിമൂവർ. നമ്മൾ ഇത് വെച്ചിട്ടാണ് ഫേസിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കാൻ പോവുകയാണ്.
കണ്ടോ, ഇങ്ങനെ നമ്മൾ മൂക്കിൻ്റെ സൈഡിൽ, ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന മൂക്കിൻ്റെ സൈഡിൽ, മൂക്കിൽ നന്നായിട്ട് അത് മുഴുവൻ റിമൂവ് ചെയ്യണം. ഫേസിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹെഡ്സിനെയും റിമൂവ് ചെയ്യണം. ചുണ്ടിൻ്റെ സൈഡിൽ ആ കോർണറിലൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും കൂടുതൽ കാണുന്ന ഏരിയയാണ് അവിടെയൊക്കെ. ചുണ്ടിന് താഴെ, ചുണ്ടിൻ്റെ സൈഡിൽ അവിടെ എടുക്കാൻ പാടാവുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ കൊണ്ട് നാക്ക് ആ എൻഡിൽ കോർണറിൽ ഒന്ന് നാക്ക് ഹോൾഡ് ചെയ്ത് വെപ്പിച്ചിട്ട് അവിടെ നിന്ന് എടുക്കണം. അതെ, ഇതേപോലെ നമ്മൾ കസ്റ്റമറിനെ കൊണ്ട് നാക്ക് വെച്ചിട്ട് ചുണ്ടിൻ്റെ എൻഡ് കോർണറിൽ ഇങ്ങനെ വെളിയിലേക്ക് നാക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം അവിടുന്ന് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും, രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഒരുപോലെ റിമൂവ് ചെയ്യുക. മൂക്കിൻ്റെ സൈഡ്, ചുണ്ടിൻ്റെ സൈഡ്, ചുണ്ടിന് താഴെ, അപ്പർ ലിപ്പ്, അങ്ങനെ എല്ലാ അടുക്കിൽ നിന്നും നമ്മൾ റിമൂവ് ചെയ്യുക. ഫേസ് മുഴുവൻ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ രശ്മിയുടെ ഫേസിലെ ഫുള്ള് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കത് പൂർണ്ണമായിട്ടും തുടച്ച് മാറ്റാം. രശ്മിയുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ പാക്ക് ഇടാൻ പോവുകയാണ്. പാക്ക് ഇടുന്നത് നമ്മൾ ഗോൾഡിൻ്റെ പാക്കാണ്. അതിനി എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് ഗോൾഡിൻ്റെ ഫേസ് പാക്കാണ്. അപ്പം പല കമ്പനിയുടെ ഫേസ് പാക്ക് വരും. അപ്പം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ലീലിയം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫേസ് പാക്കാണ്. അപ്പം ഇതിലേക്ക് നമ്മളിനി റോസ് വാട്ടർ ആഡ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്താണ് മിക്സ് ചെയ്യുന്നത്. കാരണം ഇത് നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം കസ്റ്റമറുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാൻ. രശ്മിയുടെ മുഖത്തേക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ താഴേന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ തന്നെ പാക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുള്ള് പാക്ക് കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ പാക്ക് ഒന്ന് മുഖത്ത് ഒന്ന് പിടിക്കുന്നത് വരെ, എന്ന് വെച്ചാൽ ഇത് ഒരുപാടിങ്ങനെ വലിഞ്ഞ് ഒരുപാട് ഉണങ്ങാൻ പാടില്ല. ഉണങ്ങാതെ ഒരു 10 മിനിറ്റിന് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇതൊന്ന് മുഖത്തേക്ക് പിടിക്കും. അപ്പം വലിഞ്ഞ് മുറുകുന്നതിന് മുന്നേ തന്നെ നമ്മളിത് റിമൂവ് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഒരു വലിമ മുഖത്ത് ഉണങ്ങി വലിയുന്ന നേരം ആകുമ്പോഴത്തേക്ക് നമ്മളത് റോസ് വാട്ടറോ എന്തെങ്കിലും സ്പ്രേ ചെയ്തിട്ട് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഒരു ചെറിയ മസാജ് കൊടുത്തതിന് ശേഷം അത് റിമൂവ് ചെയ്യുക.
നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ റിസൾട്ട് എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ ഫുള്ളും തുടച്ച് മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇന്ന് നമ്മൾ കണ്ട ക്ലീനപ്പിന്റെ ക്ലാസ്, പഠിച്ച ക്ലീനപ്പിന്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ചൊവ്വാഴ്ച കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം.